രാജ്യത്തെ ഭക്ഷ്യമേഖലയെ കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുമ്പോൾ കേരളത്തിൽ UDF സർക്കാർ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച് ജനത്തെ ദ്രോഹിക്കുകയാണെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KN ബാലഗോപാൽ MLA. കർഷക സംഘം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം കട്ടപ്പന ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഏജൻസിയായ EDയെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിച്ച ഇടതു നേതാക്കളെ വേട്ടയാടുകയാണ്. യുദ്ധങ്ങളും രാജ്യാന്തര കരാറുകളും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുവാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പല കരാറുകളും കർഷകരെയും സാധാരണക്കാരെയും ദ്രോഹിക്കാൻ ലക്ഷ്യമിട്ട് മോദി സർക്കാരുകളുടെ കാലയളവിൽ മാത്രം രാജ്യത്ത് 3.5 ലക്ഷം കർഷകർ ജീവനൊടുക്കി. പട്ടിണി മരണവും ദാരിദ്ര്യവും വർദ്ധിച്ചു. സംസ്ഥാനങ്ങൾക്കുള്ള ഭക്ഷ്യവിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിനു പുറമെ ഭക്ഷ്യസാധനങ്ങൾ സംഭരിക്കുവാനുള്ള ഗോഡൌണുകൾ അദാനി ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകളുടെ ഉടമസ്ഥതയിലാക്കി. അതേസമയം ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ നടന്ന യുവജന വിദ്യാർത്ഥി പ്രക്ഷോഭവും പുതിയ തുടക്കമായി കരുതാം. സമരത്തെ കോൺഗ്രസ് അവഗണിച്ചപ്പോൾ ഇടതു നേതാക്കളും യുവജന വിദ്യാർത്ഥി സംഘടനകളുമാണ് പിന്തുണച്ചത്. അതേസമയം UDF സർക്കാർ നുണപ്രചാരണത്തിലൂടെ ജനകീയ വിഷയങ്ങൾ മറയ്ക്കുകയാണെന്നും KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. വെള്ളിയും കാണുന്നില്ല എന്ന് BJP തന്നെ പറഞ്ഞു, RSS അതിന്റെ കാര്യമല്ലോ. ഇങ്ങനത്തെ അഴിമതി ദൈവത്തിന്റെ അടിച്ചുമാറ്റുന്നല്ലാതെ അല്ലാതുള്ള സ്വത്തുക്കൾ പൊതുമേഖലയുടെ അടിച്ചുമാറ്റുന്നതിന്റെ കഥകൾ വേറെ വരിക. അപ്പൊ ഈ തരത്തിൽ വലിയ അഴിമതി രാജ്യത്തിന്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും തകർക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇതിന്റെ കൂടെ നമ്മൾ കാണുന്നതാണ്. മുൻ LDF സർക്കാരുകൾ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളും ആനുകൂല്യങ്ങളും UDF സർക്കാർ വെട്ടിക്കുറയ്ക്കുകയാണ്. റേഷൻ കാർഡ് ഉടമകൾക്കുള്ള സബ്സിഡി അരിയുടെ വില വർദ്ധിപ്പിച്ചു. ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിക്കുന്നത് കിടപ്പ് രോഗികൾക്ക് മാത്രമാക്കി. സ്ത്രീ സുരക്ഷാ പെൻഷൻ, യുവജനങ്ങൾക്കുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് തുടങ്ങിയവ അട്ടിമറിച്ചു. സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഹെലികോപ്റ്റർ ഉപയോഗിക്കുവാനും വീര്യം കുറഞ്ഞ മദ്യം നികുതി കുറച്ച് വിൽക്കുന്നതിനുമൊക്കെയാണ് സർക്കാർ ശ്രദ്ധ പതിപ്പിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കർഷക സംഘം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ തുടക്കമായി. ജില്ലാ പ്രസിഡന്റ് NV ബേബി പതാക ഉയർത്തി. തുടർന്ന് നേതാക്കളും പ്രതിനിധികളും പ്രവർത്തകരും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ കിസാൻ സഭ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KN ബാലഗോപാൽ MLA ഉദ്ഘാടനം ചെയ്തു. NV ബേബി അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി, സംസ്ഥാന പ്രസിഡന്റ് M വിജയകുമാർ, നേതാക്കളായ ഗോപി കോട്ടമുറയ്ക്കൽ, MM മണി, CB വർഗീസ, NR ഷക്കീന, SK പ്രീജ, അഡ്വക്കേറ്റ് KJ ജോസഫ്, റോമിയോ സെബാസ്റ്റ്യൻ, PP ചന്ദ്രൻ, KS മോഹനൻ, ആശ വർഗീസ്, KV വരദരാജൻ, VR സജി, മാത്യു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ കട്ടപ്പന.